Good morning, students. So, today, as I told yesterday, we will be doing the problems related to residential status of an individual. So, yesterday, I discussed about what is the residential status of an individual. So, the residential status mainly depends upon two things, that is, basic condition and additional condition. This is the two things on which residential status is actually based. Basic condition എന്ന് പറഞ്ഞാൽ പ്രീവിയസ് ഇയറിൽ 182 ഡേയ്സ് അല്ലെങ്കിൽ കൂടുതൽ, ഓർ അത് ചെയ്തിട്ടില്ലെങ്കിൽ പ്രീവിയസ് ഇയറിൽ 60 ഡേയ്സും അതുപോലെ തന്നെ 4 പ്രീവിയസ് ഇയർ, ഈ പ്രീവിയസ് ഇയറിൻ്റെ മുന്നേ ഉള്ള 4 പ്രീവിയസ് ഇയറിൽ 365 ഡേയ്സും. ഇതാണ് ബേസിക് കണ്ടീഷൻ. ഇനി അഡീഷണൽ കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് എന്താണ്, പ്രീവിയസ് ഇയറിൻ്റെ മുന്നത്തെ 2 പ്രീവിയസ് ഇയർ ഔട്ട് ഓഫ് 10 പ്രീവിയസ് ഇയറിൽ അയാൾ എന്തായിരിക്കണം, ഹീ ഷുഡ് ബി റെസിഡൻറ്റ്. അതിൻ്റെ കൂടെ തന്നെ പ്ലസ് എന്താ ചെയ്യേണ്ടത്, 7 പ്രീവിയസ് ഇയറിൽ മൊത്തമായിട്ട് ഹീ ഷുഡ് സ്റ്റേ 730 days. So this is the conditions that should be looked upon while looking at the residential status. So ഇവിടെ a person who is satisfying any one of the basic condition, ഇതിൽ ഏതെങ്കിലും ഒന്ന് സാറ്റിസ്ഫൈ ചെയ്യുന്ന വ്യക്തിനെ നമ്മൾ എന്ത് പറയും, റെസിഡൻറ്റ് എന്ന് പറയും. ഇത് രണ്ടും സാറ്റിസ്ഫൈ ചെയ്യാത്ത വ്യക്തിനെ നമ്മൾ നോൺ റെസിഡൻറ്റ് എന്ന് പറയും. ഇത് സാറ്റിസ്ഫൈ ചെയ്ത് ഇതും സാറ്റിസ്ഫൈ ചെയ്യുന്ന വ്യക്തിനെ നമ്മൾ എന്ത് പറയും, ഓർഡിനറി റെസിഡൻറ്റ് എന്ന് പറയും. അതുപോലെ തന്നെ ഇത് ബേസിക് കണ്ടീഷൻ മാത്രം സാറ്റിസ്ഫൈ ചെയ്ത് അഡീഷണൽ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യാത്ത ഒരാളെ നമ്മൾ നോട്ട് ഓർഡിനറിലി റെസിഡൻറ്റ് എന്ന് പറയും. സോ ദിസ് വാസ് വാട്ട് ഐ ടോട്ട് യു ഡ്യൂറിങ് ദ few previous classes. So today we will be doing a problem. Okay. So the question is already uploaded in your Google Classroom in the mode of a PowerPoint. So today I will be discussing about illustration 4. Okay, illustration 4. Now just go through the question. Illustration 4, the question is, Mr. Vinu came to India first time during the previous year 2019-20. During the previous year he stayed in India for 48 days ഒരു കണ്ടീഷൻ, സെക്കൻഡ് വൺ 184 ഡേയ്സ്, മൂന്നാമത്തെ സിറ്റുവേഷൻ 160 ഡേയ്സ്. ഡിറ്റർമൈൻ ഹിസ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ്, അയാളുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഡിറ്റർമൈൻ ചെയ്യണം. സോ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ അയാൾ ഹി വിൽ ബി എ റെസിഡൻറ്റ് അല്ലെങ്കിൽ ഹി വിൽ ബി എ നോൺ റെസിഡൻറ്റ്. സോ ഹി വിൽ ബി ഐദർ എ ഓർഡിനറി റെസിഡൻറ്റ്, നോട്ട് ഓർഡിനറി റെസിഡൻറ്റ് ആൻഡ് നോൺ റെസിഡൻറ്റ്. ഇങ്ങനെ ഒരു സിറ്റുവേഷനാണ് ഉണ്ടാവുക. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ ദ ഫസ്റ്റ് തിങ് യു ഹാവ് ടു ഡു ഈസ് റൈറ്റ് ഡൗൺ ദി അസസ്മെൻറ്റ് ഇയർ. സോ ഇവിടെ അസസ്മെൻറ്റ് ഇയർ എഴുതുക. ഏതാണ് നമ്മളുടെ അസസ്മെൻറ്റ് ഇയർ? 2020-21. ഓക്കെ, അസസ്മെൻറ്റ് ഇയർ നിങ്ങൾക്ക് മാറൂല. സോ യുവർ അസസ്മെൻറ്റ് ഇയർ ഈസ് 2020-21. വാട്ട് ഈസ് പ്രീവിയസ് ഇയർ? ഇതിൻ്റെ നേരെ മുന്നത്തെ ഇയറാണ് പ്രീവിയസ് ഇയർ, 2019-20. ഇതായി. ഇനി നിങ്ങളോട് കാണാൻ പറഞ്ഞിട്ടുള്ളത് ഫസ്റ്റ് 48 ദിവസം ഇന്ത്യയിൽ നിൽക്കുകയാണെങ്കിൽ അയാൾ റെസിഡൻ്റ് ആണോ നോൺ റെസിഡൻ്റ് ആണോ എന്നാണ്. അപ്പോൾ ഇവിടെ ആദ്യത്തെ ലൈനിൽ എന്താ പറഞ്ഞിട്ടുള്ളത്, മിസ്റ്റർ വിനു കെയിം ടു ഇന്ത്യ ഫസ്റ്റ് ടൈം ഡ്യൂറിങ് ദ പ്രീവിയസ് ഇയർ. പ്രീവിയസ് ഇയറിൽ ഫസ്റ്റ് ടൈം ആയിട്ടാണ് ആദ്യമായിട്ട് ഇന്ത്യ വിസിറ്റ് ചെയ്യാണ് 2019-20. അതിൻ്റെ മുന്നേ ഇന്ത്യയിൽ വിസിറ്റ് ചെയ്തിട്ടില്ല. സോ 48 ഡേയ്സ് ആണെങ്കിൽ, അപ്പോൾ ആദ്യം 48 ഡേയ്സ് ആണെങ്കിൽ നമ്മൾ എന്താ വെച്ചാൽ നോക്കേണ്ടത്, വാട്ട് ഈസ് ദ ബേസിക് കണ്ടീഷൻ എന്ന് നോക്കണം. സോ ബേസിക് കണ്ടീഷന് നോക്കണം എന്നുണ്ടെങ്കിൽ വാട്ട് ഈസ് ദ ബേസിക് കണ്ടീഷൻ? 2019-20 182 ഡേയ്സ് നിന്നിട്ടുണ്ടോ ഇല്ലയോ നോക്കണം. ഓക്കെ, 182 ഡേയ്സ് നിന്നിട്ടുണ്ടോ ഇല്ലയോ നോക്കണം. ഇല്ല എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ആദ്യത്തെ നോക്കുക 42 ദിവസമേ നിന്നിട്ടുള്ളൂ, അപ്പോൾ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, വി ഹാവ് ടു ലുക്ക് ഫോർ ദി സെക്കൻഡ് കണ്ടീഷൻ. എന്താ സെക്കൻഡ് കണ്ടീഷൻ? പ്രീവിയസ് ഇയറിൽ 60 ഡേയ്സും നിൽക്കണം, അതിൻ്റെ കൂടെ തന്നെ മുന്നത്തെ പ്രീവിയസ് ഇയറിൻ്റെ മുന്നത്തെ 4 പ്രീവിയസ് ഇയറിൽ 365 ഡേയ്സും നിൽക്കണം. ഇവിടെ 48 ഡേയ്സാണ് നിന്നത്. അപ്പോൾ ഇത് എന്താണ്, ദിസ് ഈസ് നോട്ട് സാറ്റിസ്ഫൈഡ്. പ്രീവിയസ് ഇയറിലെ ഈ സംഭവം സാറ്റിസ്ഫൈഡ് അല്ല. അപ്പോൾ പിന്നെ താഴത്തെ 365 ഡേയ്സ് സാറ്റിസ്ഫൈഡ് ആവില്ല, കാരണം ആദ്യമായിട്ട് 2019-20 വന്നതാണ്. സോ
വിനു 48 ഡേയ്സിൽ ഇന്ത്യയിൽ നിൽക്കുകയാണെങ്കിൽ ഹീ ഈസ് നോട്ട് സാറ്റിസ്ഫൈയിങ് ഫസ്റ്റ് ബേസിക് കണ്ടീഷൻ ആൻഡ് ഓൾസോ ഹീ ഈസ് നോട്ട് സാറ്റിസ്ഫൈയിങ് ദി സെക്കൻഡ് ബേസിക് കണ്ടീഷൻ. അപ്പോൾ ഒരു ബേസിക് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യാത്ത വ്യക്തിനെ നമ്മൾ എന്താ വിളിക്കൽ? ഹീ ഈസ് നോൺ ആസ് നോൺ റെസിഡൻറ്റ്. ഓക്കെ, ഹീ ഈസ് നോൺ ആസ് നോൺ റെസിഡൻറ്റ്. സോ ഇങ്ങനെയാണ്. ഇനി നിങ്ങൾ ചോദ്യം ഇതാവും, ഹൗ വിൽ വി ആൻസർ? ഇങ്ങനെയാണ്, ഇതാണ് ആൻസർ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ആൻസർ എങ്ങനെയാണ് എഴുതേണ്ടത്? അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഏതൊരു ക്വസ്റ്റ്യൻ കിട്ടുകയാണെങ്കിലും ഫസ്റ്റ് തന്നെ ബേസിക് കണ്ടീഷൻസ് എഴുതി വെക്കുക. ഓക്കെ, ബേസിക് 2 കണ്ടീഷൻസ് എഴുതി വെക്കുക. അത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക? അഡീഷണൽ കണ്ടീഷന് എഴുതി വെക്കുക. ഓക്കെ, കാരണം ഈ ഒരു ക്വസ്റ്റ്യൻ 4 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ കണ്ടീഷൻസ് എഴുതി വെച്ചാൽ തന്നെ നിങ്ങൾക്ക് 2 മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ബേസിക് കണ്ടീഷനും അഡീഷണൽ കണ്ടീഷനും എഴുതി വെക്കുക. എന്താ ബേസിക് കണ്ടീഷൻ എഴുതുക? ഈസ് ഇൻ ഇന്ത്യ ഇൻ ദ പ്രീവിയസ് ഇയർ 182 days or more, or he is in India 60 days in the previous year plus 365 days in the 4 previous year. അഡീഷണൽ കണ്ടീഷൻസും അതുപോലെ എഴുതി വെക്കുക. എന്നിട്ട് താഴെ എഴുതുക, ആസ് വിനു ഡസ് നോട്ട് സാറ്റിസ്ഫൈ ബോത്ത് ദി ബേസിക് കണ്ടീഷൻ. 2 കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല അല്ലേ? ബോത്ത് ദി ബേസിക് കണ്ടീഷൻ, he is non-resident. This is the manner we should write the answer. Okay, as Vinu does not satisfy both the basic condition. Basic condition ഒന്നും സാറ്റിസ്ഫൈ ചെയ്തില്ല, ബേസിക് കണ്ടീഷൻ 2ഉം സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ല. So he is a non-resident. ഓക്കെ, നൗ ലെറ്റ്സ് ഗോ ടു ദ സെക്കൻഡ് തിങ്. രണ്ടാമത് എത്രയാണ്? ആദ്യത്തെ ദിവസം 48 ദിവസം നിന്ന്. ഇനി രണ്ടാമത്തെ ദിവസം നിന്നത് എത്ര ദിവസമാണ്? ഹി സ്റ്റേഡ് ഇൻ ഇന്ത്യ 184 days. ഓക്കെ, 184 days he stayed in India. സോ എഗെയിൻ ഫസ്റ്റ് നമ്മൾ എന്താണ് എഴുതേണ്ടത്? ബേസിക് കണ്ടീഷൻ എഴുതണം, പിന്നെ നമ്മൾ അഡീഷണൽ കണ്ടീഷൻ എഴുതണം. സോ വാട്ട് ഈസ് ദ ബേസിക് കണ്ടീഷൻ? ബേസിക് കണ്ടീഷൻ ഈസ് 182, പ്രീവിയസ് ഇയറിൽ 182 days or more. രണ്ടാമത്തെ എന്താണ്? ഓർ ഈസ് പ്രീവിയസ് ഇയർ 60 days പ്ലസ് 365 days. ഇവിടെ വിനു എന്ത് ചെയ്തിട്ടുണ്ട്? 184 days നിന്നിട്ടുണ്ട്. സോ ഹീ ഈസ് സാറ്റിസ്ഫൈയിങ് ദി ഫസ്റ്റ് കണ്ടീഷൻ ഇറ്റ് സെൽഫ്. സോ വിനു ഈസ് സാറ്റിസ്ഫൈയിങ് ദി ഫസ്റ്റ് കണ്ടീഷൻ. അപ്പോൾ ബേസിക് കണ്ടീഷനിലെ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന വ്യക്തിനെ നമ്മൾ എന്ത് ചെയ്യണം? റെസിഡൻ്റ് ആണെന്നുള്ളത് തീരുമാനമായി. ഇനി ഈ ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നോക്കേണ്ടത് എന്താണ്? അഡീഷണൽ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ നോക്കണം. ഇപ്പോൾ അഡീഷണൽ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ നോക്കണം എന്നുണ്ടെങ്കിൽ ആദ്യത്തെ കണ്ടീഷൻ എന്താണ്? വാട്ട് ഈസ് എ കണ്ടീഷൻ? 10 പ്രീവിയസ് ഇയറിൽ 2 പ്രീവിയസ് ഇയർ റെസിഡൻ്റ് ആവണം. കൂടാതെ എന്ത് ചെയ്യണം? അതിൻ്റെ കൂടെ തന്നെ 7 പ്രീവിയസ് ഇയറിൽ 730 days നിൽക്കണം. സോ ഇവിടെ ക്വസ്റ്റ്യനിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, വിനു ഈസ് കമ്മിങ് ടു ഇന്ത്യ ഫോർ ദി ഫസ്റ്റ് ടൈം. 2019-20 മുന്നേ വിനു ഇന്ത്യയിലേക്ക് വന്നിട്ടേ ഇല്ല. 2019-20 ഇന്ത്യയിലേക്ക് ആദ്യമായിട്ട് വരുന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്താണ്? അഡീഷണൽ കണ്ടീഷൻ 2ഉം സാറ്റിസ്ഫൈ ചെയ്യാനുള്ള വഴിയില്ല. കാരണം എന്താ? 10 പ്രീവിയസ് ഇയറിൽ 2 പ്രീവിയസ് ഇയർ അയാൾ റെസിഡൻ്റ് ആവാൻ ചാൻസ് ഇല്ല, കാരണം 2019 ആദ്യമായിട്ട് വരികയാണ്. സോ ഇവിടെ എന്താണ്? സെക്കൻഡ് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. സോ ബേസിക് കണ്ടീഷൻ ഒന്ന് സാറ്റിസ്ഫൈ ചെയ്ത് അഡീഷണൽ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യാത്ത വ്യക്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കൽ? ഓർഡിനറിലി റെസിഡൻറ്റ്. വി ആർ കോളിംഗ് ദം ഓർഡിനറിലി റെസിഡൻറ്റ്. അപ്പോൾ ഇവിടെ വാട്ട് ഈസ് ദ വിനു സ്റ്റാറ്റസ്? ആസ് ഹി ഈസ് സാറ്റിസ്ഫൈയിങ് ഓൺലി ബേസിക് കണ്ടീഷൻ ആൻഡ് നോട്ട് ദി അഡീഷണൽ കണ്ടീഷൻ, ഹി ഈസ് എ റെസിഡൻറ്റ് ഹൂ ഈസ് എ ഓർഡിനറിലി റെസിഡൻറ്റ്. ഓക്കെ, നൗ മൂന്നാമത്തെ സിറ്റുവേഷൻ എത്രയത് ഡേയ്സാ? The third situation is 160 days. 160 ഡേയ്സിലാണ് നിന്നിട്ടുള്ളത്. എഗെയിൻ 160 days എന്ന് പറഞ്ഞാൽ ബേസിക് കണ്ടീഷൻ ഒന്ന് സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. രണ്ടാമത്തെ കണ്ടീഷനും പ്രീവിയസ് ഇയറിൽ സോ ബേസിക് കണ്ടീഷൻ 182 days എന്നുള്ളത് സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. പ്രീവിയസ് ഇയറിൻ്റെ 60 days സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് അല്ലേ? 160 days സാറ്റിസ്ഫൈ ചെയ്ത് പ്ലസ് പ്രീവിയസ് ഇയറിൽ എന്ത് ചെയ്യണം? 365 days കൂടെ സാറ്റിസ്ഫൈ ചെയ്യണം. അതായത് 2019 മുന്നേത്തെ 4 വർഷങ്ങൾ ഏതൊക്കെയാണത്? 2018,
17, 16, 15. So 2018, 17, 16, 15 വിനു ടോട്ടൽ ചെയ്യുമ്പോൾ 365 ഡേയ്സ് ടോട്ടൽ നിന്നിരിക്കണം. പക്ഷേ വിനു ഈസ് വിസിറ്റിംഗ് ഇന്ത്യ ഫോർ ദ ഫസ്റ്റ് ടൈം. As Vinu is visiting India for the first time in 2019, it is very clear that he has not been in India in the year 2018, 17, 16 and 15. അപ്പോൾ എന്ത് ചെയ്തിട്ടില്ല, ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ല. അപ്പോൾ ഇത് രണ്ടും സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ ഈ കണ്ടീഷനെ നമ്മൾ സാറ്റിസ്ഫൈ ചെയ്തെന്ന് പറയാൻ പറ്റുള്ളൂ. സോ വിനു ഈസ് നോട്ട് സാറ്റിസ്ഫൈങ് ദി ഫസ്റ്റ് ബേസിക് കണ്ടീഷൻ ആൻഡ് ഓൾസോ ദി സെക്കൻഡ് ബേസിക് കണ്ടീഷൻ. അതുകൊണ്ട് തന്നെ ഹൂ വി സി വിനു is a non-resident. Okay, Vinu is a non-resident. So whenever you are getting a question, the first thing you have to do is write down the basic condition and the additional conditions. എന്താണ് ബേസിക് കണ്ടീഷൻ, എന്താണ് അഡീഷണൽ കണ്ടീഷൻ നോക്കുക. എന്നിട്ട് നോക്കേണ്ടത് വിനു ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ അഡീഷണൽ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ ഉള്ളതാണ്. എന്നിട്ട് താഴെ എഴുതുക, ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ അങ്ങനെ എഴുതുക, വിനു ഈസ് സാറ്റിസ്ഫൈയിങ് ബേസിക് കണ്ടീഷൻ സോ ഈസ് എ റെസിഡൻറ്റ്. വിനു ഈസ് നോട്ട് സാറ്റിസ്ഫൈയിങ് ബേസിക് കണ്ടീഷൻ സോ ഹീസ് എ നോൺ റെസിഡൻറ്റ്. സോ ദിസ് ഈസ് ദ മാനർ through which we have to do all the problem. So hope you are clear with this problem. Okay, just work out this problem in your notebook. ക്വസ്റ്റ്യന് ഞാൻ പവർ പോയിൻ്റ് ആയിട്ട് ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ ആ ക്വസ്റ്റ്യനും ഇല്ലസ്ട്രേഷൻ 4 എന്ന് പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻ എഴുതുക. അതിൻ്റെ കൂടെ തന്നെ ഇല്ലസ്ട്രേഷന് എന്ത് ചെയ്യാം, ഇത് വർക്കൗട്ട് ചെയ്തിട്ട് കാണിക്കാം. ഓക്കെ, സോ വർക്കൗട്ട് ചെയ്യുമ്പോൾ ഇത്ര മാത്രം ശ്രദ്ധിക്കുക, ബേസിക് കണ്ടീഷൻ വൃത്തിയായിട്ട് എഴുതുക, അഡീഷണൽ കണ്ടീഷൻസ് വൃത്തിയായിട്ട് എഴുതുക. എന്നിട്ട് താഴെ എഴുതുക, വിനു ഈസ് സാറ്റിസ്ഫൈയിങ് ഓർ നോട്ട് സാറ്റിസ്ഫൈയിങ്. സാറ്റിസ്ഫൈ ആണെങ്കിൽ റെസിഡൻറ്റ്, നോട്ട് സാറ്റിസ്ഫൈ ആണെങ്കിൽ നോൺ റെസിഡൻറ്റ്. ഇനി അഡീഷണൽ കണ്ടീഷന് കൂടെ സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ ഓർഡിനറിലി റെസിഡൻറ്റ്, അഡീഷണൽ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ലെങ്കിൽ നോട്ട് ഓർഡിനറിലി റെസിഡൻറ്റ്. ഓക്കെ, I hope you got a clear-cut idea about how to work out a problem in residential status. So if there is any queries, please comment in the comment box. Thank you.